ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ച പാഠം നന്നായിട്ട് ഓർക്കുന്നുണ്ടോ? 2 കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിരുന്നു അല്ലേ? ആരെയൊക്കെയാണ്? മോശയും അഹറോനും. ആരുടെ അടുത്ത് ചെല്ലുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു? ഫറവോയുടെ അടുത്ത് ചെല്ലുന്നതായി കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ഒരു കഥ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയായ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ നമ്മളോട് തമ്പുരാൻ പറഞ്ഞു തരുന്ന ഈ വചനഭാഗം നന്നായി പഠിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതിനായി നല്ല ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. നമ്മെ അനുഗ്രഹിക്കുന്നതിനായി നല്ല ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഏറെ ആഗ്രഹത്തോടെ അങ്ങ് അരുളി ചെയ്യുന്ന വചനങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു. ഈശോനാഥ, ഈ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ജീവിതത്തെയും അങ്ങയുടെ വഴിയിലൂടെ നയിക്കുവാൻ എന്നും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. ഇന്ന് 6ാമത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ ആ പാഠത്തിൻ്റെ പേര് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന. സ്വാതന്ത്ര്യത്തിലേക്ക്. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന വാക്ക് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ് അല്ലേ? സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷങ്ങൾ, പാട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ നടത്തിയിട്ടുണ്ടാവുക? ഡിസ്പ്ലേകൾ, പതാക ഉയർത്തൽ, ഇതെല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്താ നമ്മൾ ആഘോഷിക്കുന്നത് അവിടെ? ഒരടിമത്തത്തിലായിരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നതിൻ്റെ ഒരാഘോഷം. അതെ, ഇവിടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കഥയാണ് ഇവിടെ. ഈ പാഠത്തിൽ നാം പഠിക്കുമ്പോൾ മുകളിൽ നിന്ന് എല്ലാം നോക്കിക്കാണുന്ന സ്നേഹപിതാവായ ദൈവം 2 ഗ്രൂപ്പായിട്ട് അവിടെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിൽ മോശയും അഹറോനും, തൊട്ടു താഴെ ഇസ്രായേൽ ജനവും. രണ്ടാമത്തെ ഗ്രൂപ്പിലോ ഫറവോ രാജാവും ഫറവോയുടെ ഈജിപ്തിലെ ഈജിപ്തുകാരും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവം 2ആയിട്ട് ജനങ്ങളെ ഒന്ന് തിരിച്ചു. എങ്ങനെയൊക്കെയാണ്? മോശ, അഹറോൻ, ഇസ്രായേൽക്കാർ. രണ്ടാമതോ ഫറവോ, ഈജിപ്തുകാർ. ഇവിടെ ഈ ഓരോ കഥാപാത്രങ്ങൾക്കുമുള്ള സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ട് പാഠത്തിലേക്ക് പ്രവേശിക്കാം. മോശയ്ക്കൊരു വിശേഷണം അവിടെ പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് മോശ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് ആര്? മോശ. എങ്കിൽ അഹറോൻ ആരായിരിക്കും? മോശയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് അഹറോൻ. മോശയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയ വ്യക്തി. ഇനി 2 കൂട്ടരെ കൂടെ നമുക്ക് കാണാനുണ്ട്. ഇസ്രായേൽക്കാർ. ഇവിടെ നാം പഠിക്കുന്ന ഇസ്രായേൽക്കാരുടെ അവസ്ഥ എന്താണ് എന്ന് അസിസ്റ്റോട് പറയുക. അടിമ വേല ചെയ്ത് തളർന്നിരിക്കുന്ന ജനമാണിവിടെ ഇസ്രായേൽ. അടിമ വേല ചെയ്ത് തളർന്നിരിക്കുന്ന ജനം. അവിടെയാണ് പുതിയ ഒരു ഗ്രൂപ്പിലെ ആൾ നിൽക്കുന്നത്. ആര്? നമ്മുടെ ഫറവോ. ഫറവോയുടെ ഒരു സ്വഭാവവും കൂടി ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. ഹൃദയം കഠിനമാക്കിയവനാണ് ഫറവോ. ഹൃദയം കഠിനമാക്കിയവൻ. ഒന്ന് ഓർത്തു നോക്കിക്കേ, ആരെയൊക്കെ നമ്മൾ കണ്ടു? മോശയെ കണ്ടു, അഹറോനെ കണ്ടു, ഇസ്രായേൽക്കാരെ കണ്ടു, ഫറവോയെ കണ്ടു. ഈ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ആരുടെയെങ്കിലുമൊക്കെ സ്വഭാവ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ?
വീട്ടിലുള്ളവർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, ഇനിയോ കുഞ്ഞു കുഞ്ഞു രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയെങ്കിൽ നമ്മൾ ആരുടെ പ്രതിനിധിയായി? മോശയെ പോലെയായി. ഇനി ഒന്നും സംസാരിക്കുവാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിലോ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ളവർക്ക് വേണ്ടി അധികാരികളുടെ അടുക്കൽ സംസാരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ചുമതലപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ ആരെ പോലെയായി അവിടെ? അഹറോനെ പോലെയായി. മൂന്നാമത്, വീട്ടിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലോ? പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ മടുത്തിരിക്കുന്നവരാണെങ്കിലോ? നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കുരുത്തക്കേടുകൾ കൊണ്ട് വളരെയധികം ശിക്ഷകളൊക്കെ കിട്ടി മടുത്തിരിക്കുന്നവരാണെങ്കിലോ? നമ്മൾ ആരെ പോലെ ആയിരിക്കാം? ഇസ്രായേൽക്കാരെ പോലെ ആയിരിക്കാം. ഇനി ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല, എൻ്റെ കാര്യമാണ് എനിക്ക് പ്രധാനം. എൻ്റെ മുൻപിൽ ആരുണ്ട്, എൻ്റെ പിന്നിൽ ആരുണ്ട്, എൻ്റെ അടുത്ത ആരുള്ള ഒന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെ കഠിനമായ ഹൃദയത്തോടു കൂടി വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ഒരാൾ ഞാനെങ്കിലോ അതാരായിരിക്കും? ഫറവോയുടെ സ്വഭാവമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നല്ലവരായിരിക്കാനല്ലേ ആഗ്രഹിക്കുക? അതെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഈശോ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ആ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നവരുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് മാത്രം. എന്തായിരിക്കും അത്? നിങ്ങൾ ആയിരിക്കണം ഏറ്റവും നല്ല കുട്ടി, നിങ്ങളായിരിക്കണം ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളയാൾ, അല്ലേ? നമ്മുടെ ഈ കുഞ്ഞു ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നല്ലൊരു വ്യക്തിയാക്കി നമ്മളെ മാറ്റുക. ഇത് പറഞ്ഞിട്ട് നമുക്ക് ആ കഥയിലേക്കൊന്ന് കടന്നു പോയാലോ? ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കിടന്ന് വേദനയെടുത്ത് പീഡകൾ സഹിച്ച് കഷ്ടപ്പെട്ടു പണിയെടുത്ത് ഇങ്ങനെ വേദനിക്കുന്നത് കണ്ടപ്പോൾ മനസ്സലിഞ്ഞൊരു ദൈവം അവരെ രക്ഷിക്കുവാനായി എത്തുവാം. അവിടെ മോശയെ അവരുടെ അടുക്കലേക്ക് അയക്കുക. കൂട്ടിനായി ആരെ കൊടുക്കുന്നു? അഹറോനെ കൂടി. ഇങ്ങനെ പല വട്ടം ഫറവോയുടെ അടുക്കൽ ചെന്ന് എന്ത് ചോദിക്കുന്നുണ്ട്? എൻ്റെ ജനങ്ങളെ ദൈവത്തെ ആരാധിക്കുവാനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കാൻ പറയുന്ന ഒരു ദൈവമുണ്ട്. അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഈ ദൈവം ആരാ? ദൈവം പറയുന്നതിന് ഞാൻ അനുസരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കഠിനഹൃദയനായി നിൽക്കുന്ന ഫറവോയുടെ അടുക്കിലേക്ക് വീണ്ടും ദൈവം പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. ഫറവോ നിങ്ങളോട് ഒരടയാളം ചോദിക്കും. എന്തുകൊണ്ടാ? ഈ പറയുന്നതെല്ലാം സത്യമാണെന്നറിയാൻ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട്, എന്നാൽ ആ പറഞ്ഞ ആളുടെ അടയാളം എന്താ, ആ പറഞ്ഞ ആളുടെ ലക്ഷണം എന്താ, പറഞ്ഞതെന്താ ഉറപ്പ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇത് ദൈവം പറഞ്ഞു എന്നുള്ളത് എന്താണ് ഉറപ്പ്? അപ്പോൾ ഫറവോ മോശയോടും അഹ്റോനോടും ചോദിക്കുവാണ്, എന്താണൊരു അടയാളം? കർത്താവ് മോശയോടും അഹ്റോനോടും നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് പ്രകാരം ഫറവോയുടെ അടുക്കൽ ചെന്നപ്പോൾ എന്ത് ചെയ്തു? അഹറോന്റെ കയ്യിലിരുന്ന വടി ഫറവോയുടെയും സേവകരുടെയും മുമ്പിലിടാനാണ് പറഞ്ഞത്. അഹറോന്റെ കയ്യിലിരുന്ന വടി ഫറവോയുടെയും സേവകരുടെയും മുൻപിൽ ഇടാൻ. അങ്ങനെ ഇട്ടപ്പോൾ ആ വടി എന്തായി മാറിയിട്ടുണ്ടാകും? കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് കണ്ടതാണല്ലേ? മോശയോട് വടിയൊന്നിടാൻ പറഞ്ഞപ്പോൾ ആ വടി എന്തായി മാറി? സർപ്പമായി മാറി എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഫറവോയുടെ അടുക്കൽ ചെന്ന് ആ കർത്താവ് കൽപ്പിച്ചതുപോലെ അഹറോൻ തൻ്റെ വടിയെടുത്തിട്ടപ്പോൾ അത് സർപ്പമായി മാറി. ഫറവോ വിട്ടുകൊടുത്തില്ല. ഫറവോ എന്ത് ചെയ്തു? തൻ്റെ രാജസന്നിധിയിലുള്ള ബുദ്ധിശാലികളെയും പിന്നെയോ മന്ത്രവാദികളെയും ഒക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്തു പറഞ്ഞു? അവരുടെ എല്ലാ വടി നിലത്തിടാൻ പറഞ്ഞു. മന്ത്രവാദികൾ എന്തായിരിക്കും ചെയ്യുക അല്ലേ? അവരും കുറെ മന്ത്രമൊക്കെ ജപിച്ച് അവരുടെ കയ്യിലിരുന്ന വടിയും നിലത്തിട്ടു. എന്ത് സംഭവിച്ചു? അതും എല്ലാം സർപ്പമായി മാറി. പക്ഷേ ഈ അഹറോന്റെ വടി
എന്ത് ചെയ്തു? അഹറോന്റെ വടി സർപ്പമായി മാറിയത് ആ സർപ്പം മറ്റുള്ള സർപ്പങ്ങളെ എല്ലാം വിഴുങ്ങി. ഇതൊന്നും കണ്ടിട്ടും ഫറവോയുടെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെയായപ്പോൾ മോശയും അഹറോനും പറഞ്ഞതൊന്നും ഈ ഫറവോ കൂട്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം അടുത്തൊരു തീരുമാനമെടുക്കുകയാണ്. പല തവണ പറഞ്ഞു നോക്കി, പലതവണ മുന്നറിയിപ്പ് കൊടുത്തു നോക്കി, പല അടയാളങ്ങൾ കാണിച്ചു നോക്കി, എന്നിട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ? ബാധകൾ നൽകാൻ ദൈവം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഈജിപ്തുകാരുടെ മേൽ കൊടുക്കുന്ന 10 ബാധകളെ കുറിച്ചാണ് നമ്മൾ ഈ 1-ാമത്തെ ക്ലാസ്സിൽ പഠിക്കുക. 10 ബാധകൾ ഏതൊക്കെയാണ് എന്നാണ് നാം എണ്ണമിട്ട് പഠിക്കേണ്ടത്. നോക്കിക്കേ, 1-ാമത്തേതാണ് ജലം രക്തമായി മാറുന്നു. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, രക്തമായി മാറിയാൽ പിന്നെന്തിനാ അത് കൊള്ളുക? 2-ാമതോ തവളകൾ വ്യാപിക്കുന്നു. മഴക്കാലമൊക്കെ ആകുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ക്രോം ക്രോം എന്ന് കരയുന്ന തവളകൾ നമ്മുടെ ഈ നാട്ടിൽ മുഴുവൻ പെരുകിയാഴ്ച അവസ്ഥ എന്താ? അപ്പോൾ നമ്മുടെ മേത്തുകൂടിയെല്ലാം ചാടിക്കളിച്ച് നടക്കുന്ന ഈ തവളകളെ കാണുമ്പോൾ നമുക്ക് എന്താകും? അറപ്പാകുമല്ലേ, പേടി തോന്നുമല്ലേ? 2-ാമത് കൊടുത്ത ബാധയായിരുന്നു തവളകൾ ബാധിക്കുന്നത്. ഇനി 3-ാമത് എന്ത് കൊടുത്തു? പേൻ പെരുകുന്നു. സുപരിചിതമാണോ? കുളിച്ചിട്ട് എന്താണ് തലമുടി ഒന്ന് ചീകി വയ്ക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? കൂട്ടുകാരികളുടെ തലമുടി കെട്ടിനുള്ളിലൂടെ പോകുന്ന കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ അമ്മ പിടിച്ചിരുത്തി ചീകി കൊന്നു കളയുന്ന സാധനം അതാണെന്ത്? ഇവിടെ അതാണ് നമ്മുടെ മനുഷ്യരുടെ മേത്തുകൂടി ജന്തുക്കളുടെ മേത്തുകൂടി എല്ലാം പെരുകുന്നു, പേൻ പെരുകുന്ന അവസ്ഥ. 4-ാമത് ഈച്ചകൾ വർദ്ധിക്കുന്നു. പഴങ്ങളുടെ കാലം, ചക്കപ്പഴം, മാങ്ങ, കശുമാമ്പഴമൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈച്ചകൾ പെരുകുന്നത് കാണാമല്ലേ? നമുക്കതൊരു അസ്വസ്ഥതയാണല്ലേ അത്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണോ ഈച്ച വരുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? നമുക്ക് കഴിക്കാൻ തോന്നുമോ? ഇല്ല. അപ്പോൾ ഈച്ചകളാണ് അടുത്തതായിട്ട് തമ്പുരാൻ കൊടുത്ത ബാധ. 5-ാമത് അവർ വളർത്തുന്ന എല്ലാ മൃഗങ്ങളും ചത്തൊടുങ്ങിപ്പോവുകയാണ്. പക്ഷേ ഈ ഓരോ ബാധകൾ വരുമ്പോഴും ഫറവോ പേടിയോടെ താഴ്മയോടെ അപേക്ഷിക്കും. ആരോട്? മോശയോടും അഹറോനോടും. ഈ ബാധ മാറ്റുവാൻ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് അപേക്ഷിക്കണമേ. ഞാൻ നിങ്ങളുടെ ജനത്തെ ദൈവത്തെ ആരാധിക്കാനായി വിട്ടയക്കാം. മോശയും അഹറോനും ഫറവോയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുകയാണ്? അപേക്ഷിക്കുകയാണ്. ദൈവം എന്ത് ചെയ്യുന്നു? ബാധകളെ മാറ്റും. ഓരോ ബാധയും ആ ജനത്തിന്മേൽ നിന്ന് മാറ്റുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫറവോയുടെ സ്വഭാവവും മാറുകയാണ്. ബാധ മാറിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫറവോയും കഠിനഹൃദയനായി. ഓരോന്നും ശക്തി കൂട്ടിക്കൂട്ടി ദൈവം ഇവിടെ പ്രയോഗിക്കുകയാണ്. 6-ാമത് വ്രണങ്ങൾ ബാധിക്കുന്നു. മനുഷ്യ ശരീരത്തിലൂടെ ചൊറി പിടിക്കുന്നത് പോലെ പൊട്ടിയൊലിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈജിപ്തിലെ ജനം മുഴുവൻ മാറുന്ന ഒരു രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 7-ാമത് കന്മഴ വർഷിക്കുന്നു. കഠിനമായ മഴക്കാലം വരുമ്പോൾ വെള്ളപ്പൊക്കം കൊണ്ടും പിന്നെ എന്താണ് കഠിനമായ മഴ കൊണ്ടുമൊക്കെ നഷ്ടപ്പെടുന്ന നാശനഷ്ടങ്ങളെല്ലാം നമുക്കറിയാം അല്ലേ? നഷ്ടപ്പെട്ടു പോകുന്ന വീടുകൾ നമുക്കറിയാം. വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന അവസ്ഥ നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറേ കണ്ടതാണല്ലേ? പത്രങ്ങളിലൂടെ, TV-യുടെ വാർത്തകളിലൂടെ എല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. കുറേ നാളുകൾ ക്ലാസ്സുകളിലാണ് നമ്മൾ മാറി നിന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഇതുപോലെ കന്മഴ വർഷിക്കുക. ഇത് വെറും മഴയല്ല, കല്ലുകൊണ്ടുള്ള മഴ പോലെയുള്ള മഴയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? തമ്പുരാൻ അവർക്കെതിരെ നൽകുന്നത്. 8-ാമത് വെട്ടുക്കിളികൾ നിറയുന്നു. നിങ്ങൾക്ക് സുപരിചിതമാണോ വെട്ടുക്കിളികൾ എന്ന് പറഞ്ഞാൽ? അല്ലല്ലേ? എവിടെ പച്ചപ്പ് കണ്ടാലും അത് മുഴുവൻ തിന്നു തീർക്കുന്ന ഒരു പ്രാണികളാണ് എന്ത്? വെട്ടുക്കിളികൾ എന്ന് പറയുക. കൂട്ടത്തോടെ വരിക. അതിൽ നിന്ന് രക്ഷ നേടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. 9-ാമത് അന്ധകാരം വ്യാപിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയൂ. അങ്ങനെ
ഈ രാജ്യത്ത് മുഴുവനും അന്ധകാരം വ്യാപിച്ചാഴ്ത്തിയ അവസ്ഥ എന്താണ്? ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി 9 ബാധകൾ ഈജിപ്തുകാരുടെ നേരെ നൽകിയിട്ടും ഫറവോയുടെ മനസ്സ് മാറിയില്ല. അവസാനം 10ാമത്തെ ബാധയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കടക്കുന്നതാണ് എന്ത്? ആദ്യജാതരെ വധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കടിഞ്ഞൂൽ. എന്താ കടിഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ? ആദ്യമുണ്ടാകുന്ന മകൻ അല്ലേ? അപ്പോൾ ആദ്യമുണ്ടാകുന്ന മക്കളെ എന്ത് ചെയ്യുന്നു? വധിക്കുന്നതാണ് 10ാമത്തെ ശിക്ഷ. എന്തിനായിരിക്കാം ദൈവം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ബാധകൾ അയക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ബാധകൾ അയക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഓരോ ബാധ കഴിയുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി ഫറവോ വീണ്ടും എന്ത് ചെയ്യുകയാണ്? കഠിനഹൃദയനാവുകയാണ്. കഠിനഹൃദയനായ ഫറവോ മോശയുടെയും അഹറോന്റെയും അപേക്ഷ കേൾക്കുന്നില്ല. ദൈവത്തെ ആരാധിക്കുന്നതിനായി ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുന്നുമില്ല. ഇതെങ്ങനെയാ ദൈവം സഹിക്കുക? അങ്ങനെ എന്തു ചെയ്യുന്നു? 10ാമത്തെ ബാധയിലേക്കും ഈജിപ്തുകാരെ നയിക്കുകയാണ്. ഈ 10 ബാധകൾ എപ്രകാരമാണ് ഈജിപ്തുകാരുടെ മേൽ വന്നു പതിച്ചത് എന്ന് നമുക്കൊരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ? ശ്രദ്ധിച്ച് കാണണം കേട്ടോ. മോശ ഫറവോയുടെ മുന്നിലെത്തി ദൈവാരാധനയ്ക്കായി ജനത്തിന്റെ മോചനം ആവശ്യപ്പെട്ടു. നിഷേധിച്ച ഫറവോയ്ക്ക് മുന്നിൽ മോശ ദൈവത്തിന്റെ അടയാളങ്ങൾ കാണിച്ചു. മോശയുടെ അംശവടി പാമ്പായി മാറി. കർത്താവ് പ്രഹരിച്ചപ്പോൾ നൈൽ നദിയിലെ വെള്ളമെല്ലാം രക്തമായി മാറി. ഈജിപ്തിലേക്ക് ദൈവം ബാധകളെ അയച്ചു. ഈജിപ്തിലെങ്ങും തവളകൾ പെരുകി. പേൻ വർദ്ധിച്ചു, ഈച്ചകൾ നിറഞ്ഞു, മൃഗങ്ങൾ ചത്തൊടുങ്ങി. കന്മഴ വർഷിച്ചു, ഈജിപ്തിലെവിടെയും വെട്ടുകിളികൾ നിറഞ്ഞു. 3 ദിവസം ഈജിപ്തിലെങ്ങും അന്ധകാരമായിരുന്നു. അവസാനമായി അയക്കപ്പെടുന്ന ബാധ ഇസ്രായേലിനെ ബാധിക്കാതിരിക്കാനായി പെസഹ ആചരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. ദൈവിക വാക്കിനെ അനുസരിച്ച് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. പെസഹ കുഞ്ഞാടിനെ കൊന്ന് രക്തം കട്ടിളപ്പടിയിൽ തളിച്ചു. അന്ന് രാത്രി സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയി. ഈജിപ്തിലെ ആദിജാതന്മാരെല്ലാം വധിക്കപ്പെട്ടു. എങ്ങും നിലവിളികൾ ഉയർന്നു. ദൈവം ഈജിപ്തുകാർക്ക് 10 ബാധകൾ നൽകിയെന്ന് പറഞ്ഞു. അതിൽ 10ാമത്തെ ബാധ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ്? ആദിജാതരുടെ മരണം. അവിടെ നമുക്ക് 2 കൂട്ടരെ കാണാം. ഒരു കൂട്ടർ തങ്ങളുടെ ആദിജാതർ മരിച്ചുപോയതിനെ ഓർത്ത് വിലപിക്കുന്നു. രണ്ടാമത് തങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടുകൂടി കഴിയുന്ന ആദിജാതരെ നോക്കി തമ്പുരാന്
നന്ദി പറയുന്നൊരു കൂട്ടർ. ആരായിരിക്കും ഈ രണ്ട് കൂട്ടരും? ഒന്നാരാണ്? ഈജിപ്തുകാർ. രണ്ടാമത്തേതാരാണ്? ഇസ്രായേൽക്കാർ. നോക്കിക്കേ, കഷ്ടതകളിലൂടെ കടന്നു വന്ന ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഈ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നൊരു രീതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇവിടെ നിന്ന് നമ്മൾ എന്തു പഠിക്കണം? എത്രമാത്രം കഷ്ടതകളിൽ കൂടി കടന്നു പോയാലും നമ്മളെ കാത്തിരിക്കുന്ന ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ കടന്നു വരുന്നൊരു സമയമുണ്ട്. പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഈ രക്ഷകൻ നമ്മുടെ അരികിലേക്ക് വരികയാണ്. നമ്മളെ അവിടെ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? നയിക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ കടന്നു പോകുന്ന ഈ ഇസ്രായേൽ ജനത്തിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ അധികമായിട്ടുള്ള സ്നേഹം ഇതെല്ലാം ദൈവം നൽകുകയാണ്. ആരിലൂടെ? മോശയിലൂടെയും അഹരോനിലൂടെയും. ഒന്നോർത്തു നോക്കിക്കേ, ഇതുവരെ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ദൈവം സ്നേഹിക്കുന്ന ഇസ്രായേൽ ജനം, ഈ ഇസ്രായേൽ ജനത്തിനെതിരായി നിൽക്കുന്ന ഫറവോയുടെ ആളുകൾ, വേദനിച്ച് കരയുന്നവരെ തേടിയെത്തുന്ന ദൈവം കഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി അവർക്കെതിരെയുള്ള ജനത്തിനെതിരെ ബാധകൾ അയക്കുന്നു. എത്ര ബാധകൾ അയച്ചു? ശരിയാണല്ലോ, 10 ബാധകൾ. എന്താണ് 10ാമത്തെ ബാധ? ആദ്യജാതരെ വധിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ട ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേക വിധമായി ഇന്ന് വായിക്കേണ്ട ഒരു വചനഭാഗ സിസ്റ്റർ പറഞ്ഞു തരാം. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അതിലെന്താണ് പറയുന്നതെന്നോ? ഈജിപ്തിലെ ആദിജാതരെ വധിക്കുന്ന സംഭവമാണ് വിവരിക്കുക. നിങ്ങൾ ശാന്തമായിട്ടിരുന്നിട്ട് എന്ത് ചെയ്യണം? അതൊന്ന് പതുക്കെ പതുക്കെ വായിച്ച് മനസ്സിലാക്കണം. അങ്ങനെ വായിച്ച് മനസ്സിലാക്കുമ്പോഴും നമുക്കൊരു വചനം സ്വന്തമാക്കണ്ടേ? ആ വചനം സിസ്റ്റർ പറഞ്ഞു തരാം. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. ഒരാഴ്ച ഈ വചനം നന്നായി പറഞ്ഞ് ഹൃദയസ്ഥമാക്കണം കേട്ടോ. ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ചിന്തയുണ്ടാകണം. എന്താണ്? ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ആരിൽ ആശ്രയിക്കും? ആരിൽ ആശ്രയിക്കും? ദൈവത്തിൽ ആശ്രയിക്കും. അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു കുട്ടിയാണ് ഞാനെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വാക്കുകളിൽ വരിക? ദുഃഖിച്ച് നടക്കുന്ന ഒരാളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ മുഴുവൻ അനുസരിക്കാൻ അവർക്ക് നിങ്ങൾ മാതൃകയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി, മകളായി നമ്മൾ മാറുകയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ളിൽ കരഞ്ഞു തീർക്കേണ്ടവരല്ല നമ്മൾ. നമ്മളെ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നയിക്കുന്ന നല്ലൊരു ദൈവം നമുക്ക് കൂട്ടിനുണ്ട് എന്ന് ഓർത്ത് എന്ത് ചെയ്യണം? ആനന്ദിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാകാൻ നമുക്ക് ശ്രമിച്ചാലോ? അങ്ങനെയാകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സന്തോഷ കീർത്തനമുണ്ട് ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പാട്ട്. ഒരു 4 ലൈൻ മാത്രം പാടി നോക്കാം. ദിനങ്ങൾ ഓരോന്ന് കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി. ദിനങ്ങൾ ഓരോന്ന് കടന്നു പോകവേ മനം കുളിർത്തവർ കടന്നു പോകയായി. അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടിതെറ്റാതിനി അതിർത്തി കാണുവാൻ. അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ അടിതെറ്റാതിനി അതിർത്തി കാണുവാൻ. എങ്ങോട്ട് പോവുകയാണ്? ഈജിപ്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? കാനാൻ ദേശത്തേക്ക്, ദൈവം കാണിച്ചു തരുന്ന ആ സ്വന്തം നാട്ടിലേക്ക്. നമുക്കും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ദൈവത്തോട് കൂടെയായിരിക്കാം. ഇതുവരെ നമ്മോട് സംസാരിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചാലോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തന്ന വചനങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയിൽ ആശ്രയിക്കുന്നവരാകുവാൻ കുഞ്ഞു ഹൃദയങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കണമേ. എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി